എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് 3 സമ്മർ ഡ്രിങ്ക്സ് ആണ്. 3 ഫ്ലേവറുകളിൽ തയ്യാറാക്കിയ ഈ സമ്മർ ഡ്രിങ്ക്സ് ഹെൽത്തിയും അതുപോലെ ഉന്മേഷം തരുന്നതുമാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്നതും അതുപോലെ ചൂടുകാലത്തെ ക്ഷീണവും ദാഹവും ഒക്കെ മാറാനും സഹായിക്കുന്ന ഈ ഡ്രിങ്ക്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നറിയണ്ടേ? എന്നാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഒരു വലിയ മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് 2 ചെറിയ കഷ്ണം ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയുടെ കഷ്ണങ്ങളും വെള്ളത്തിൽ കുതിർത്ത 5 കാഷ്യൂ നട്ട്സും 1 നാരങ്ങയുടെ നീരും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 2.5 നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് പ്രത്യേക ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 15 സെക്കൻഡ് അടിച്ചെടുക്കാം. ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ഗ്ലാസ്സിനുള്ള ജ്യൂസാണ് ഞാൻ തയ്യാറാക്കിയത്. ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് പകരാം. ഗ്ലാസ്സിൽ ഇതുപോലെ പഞ്ചസാരയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. വെറുതെ കാണാനൊരു ലുക്കിനാണ്. ഇങ്ങനെയല്ല, അല്ലാത്ത ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിച്ചാലും നല്ലത് തന്നെയാണ്. ബീട്രൂട്ട് ഫ്ലേവേർഡ് ലൈം ജ്യൂസ് ഇനി ഗ്ലാസ്സിലേക്ക് പകരാം. ഇത്തരം ഡ്രിങ്ക്സുകൾ ഉണ്ടാക്കുമ്പോൾ ഉടനെ തന്നെ കുടിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കൂടുതൽ നേരമൊന്നും തയ്യാറാക്കി വെച്ചിരിക്കരുത്. ലൈം ജ്യൂസിൽ ഏത് ഫ്ലേവർ ചേർത്താലും കുറേ കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് തയ്യാറാക്കിയ ഉടനെ തന്നെ കുടിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുന്നത്. കുതിർത്ത സബ്ജ സീഡ്സോ അല്ലെങ്കിൽ ചിയ സീഡ്സും ചേർത്ത് കൂടെ ഐസ് ക്യൂബും ഇട്ട് കുടിക്കാവുന്നതാണ്. ഇനി അടുത്ത ഫ്ലേവേർഡ് ലൈം ജ്യൂസ് ഉണ്ടാക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കഷ്ണം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവുള്ളതാണെങ്കിൽ വളരെ ഒരു ചെറിയ കഷ്ണം മാത്രം മതി. ഇത് എരിവില്ലാത്തതുകൊണ്ടാണ് ഇത്ര എടുത്തത്. ഇനി കുറച്ച് ഇഞ്ചിയുടെ കഷ്ണങ്ങളും 1 നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 6 7 ഓറഞ്ച് അല്ലികളാണ്. ഓറഞ്ച് തീരെ വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 4 5 മാത്രം മതി. ഇത് ചെറുതായതുകൊണ്ടാണ് ഇത്രയും ചേർത്ത്. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചേർത്തത്. ഇനി 4 5 പുതിനയുടെ ഇലയും ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ഗ്ലാസ് തണുത്ത വെള്ളം ചേർത്ത് 10 15 മിനിറ്റ് അടിച്ചെന്നെടുക്കണം. പിന്നീട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിച്ചെടുത്തതിന് ശേഷം 1 ഗ്ലാസ് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർത്ത പച്ചമുളകിൻ്റെ അളവ് വളരെ കുറഞ്ഞതായിരിക്കണം. കൂടിപ്പോയാൽ കുടിക്കുന്ന സമയത്ത് തൊണ്ടയിലൊരു കുത്തുണ്ടാകും. ഒഴിവാക്കേണ്ടവർക്ക് അത് ഒഴിവാക്കാം. അതുപോലെ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ രുചിക്കനുസരിച്ച് ക്രമീകരിക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്കും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അരിച്ചെടുത്തതിന് ശേഷം ഗ്ലാസ്സിലൊഴിച്ച് സെർവ് ചെയ്യാം. കുറച്ച് ചിയ സീഡ്സ് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 2 3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടെ ഐസ് ക്യൂബ്സും. ഇത്തരം ഡ്രിങ്ക്സ് തയ്യാറാക്കുമ്പോൾ കുറച്ച് തണുത്ത വെള്ളത്തിൽ തയ്യാറാക്കുന്നത് നന്നായിരിക്കും. വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത ഗ്ലാസ്സുകളിൽ ജ്യൂസ് പകർന്നു കൊടുക്കുമ്പോൾ നല്ലൊരു മതിപ്പായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ജ്യൂസ്? ഇഷ്ടമായോ? ഇഷ്ടമായവർ തയ്യാറാക്കി നോക്കുക. ഇനി അടുത്ത ഫ്ലേവേർഡ് ലൈം ജ്യൂസ് ഉണ്ടാക്കാം. ഇതിലേക്കായിട്ട് വലിയൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നാരങ്ങയുടെ നീരും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4 5 പുതിനയുടെ ഇലയും കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. 1 ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 10 സെക്കൻഡ് അടിച്ചെടുക്കാം. ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ അകലങ്ങളുള്ള ഒരു അരിപ്പയിൽ കൂടെ ഇത് അരിച്ചെടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് അടിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞിരിക്കുന്നത്. പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ജാറിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് കറക്കിയെടുക്കാം. 2 ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലേവേർഡ് ജ്യൂസ് തയ്യാറാക്കിയത്. ഇത് അരിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലേക്ക് പകരാം. ഗ്ലാസ്സിലേക്ക് പകർന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ചിയ സീഡ്സോ സബ്ജ സീഡ്സോ കുതിർത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രിങ്ക്സൊക്കെ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ഉണ്ടാക്കി നോക്കണം.
അതുപോലെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കണം. പുതിയ വ്യൂവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.